ഹേ വാട്സപ്പ് പീപ്പിൾ, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പിന്നെ എന്താണ് പിന്നെ ഒരു ബോക്സ് ഷാഡോ പ്രോപ്പർട്ടി, അതേപോലെ തന്നെ എന്താണ് ഒരു ക്ലാസ്, കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. പിന്നെ എന്താണ് അത് വെച്ചിട്ട് നമ്മളൊരു ബട്ടണൊക്കെ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതേപോലെ തന്നെ ഹോവർ, ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താണ് ഒരു ആക്റ്റീവ് എന്ന് പറഞ്ഞത്, അതേപോലെ തന്നെ ഒരു ഒപ്പാസിറ്റി പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഒരു മാർജിന്, അതേപോലെ തന്നെ എന്താണ് ഒരു പാഡിങ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഇസ് സഫ്വാൻ. ലെറ്റ്സ് റോൾ ദ വീഡിയോ. ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു, 3 ബട്ടൺസ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ആ ഒരു പ്രൊജക്റ്റാണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആക്റ്റീവ്, അതായത് ഇപ്പോൾ ആക്റ്റീവ് ആണ് ഇനി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹോവർ ഇപ്പോൾ മനസ്സിലായില്ല, അതായത് നമ്മൾ ഈ മൗസ് ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ടുവെക്കുമ്പോൾ അവിടെ ഒരു പിന്നെ എന്താ പറയുക, ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഹോവർ. അത് ഹോവറിനകത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണ് ഒരു ആക്റ്റീവ് എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിപ്പോൾ ഈ ആഡ് ടു കാർട്ട് എന്നുള്ള ഈ ഒരു ബട്ടണ് ആക്റ്റീവ് കൊടുക്കാൻ പോവാം. അപ്പോൾ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതാ, നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, പിന്നെ ഡോട്ട് ആഡ് ആക്റ്റീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഒപ്പാസിറ്റി കൊടുക്കണം. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എന്താ പറയുക, കളറിങ് ഇല്ലേ, അതായത് ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ വെളിച്ചം കുറക്കുക എന്നൊക്കെ പറയില്ലേ. ഞാൻ ഉദാഹരണം ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഒപ്പാസിറ്റിയിൽ ഞാനൊരു പോയിന്റ് ഒരു 8 കൊടുക്കുകയാണ്. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ ഫുള്ളാണ്, 0.8 കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, ഉണ്ടാ ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഈ സമയല്ലേ, ഈ ക്ലിക്ക് ചെയ്യുന്നതിനാണ്. അപ്പോൾ അതാ അവിടെ ഒരു ലൈറ്റിങ് വരുന്നത്. അപ്പോൾ ഞാൻ ഒപ്പാസിറ്റി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുറച്ച് തരാം, ഒരു 4 ആക്കാം. ഓക്കെ, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കണം. ഇതാ ആ ക്ലിക്ക് ചെയ്യുന്ന ആ സമയത്ത്, അതാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്, ആ ക്ലിക്ക് ചെയ്യുന്ന സമയം. അപ്പോൾ ആക്റ്റീവ് ആകുമ്പോൾ ഇതാ അതിൻ്റെ ഒപ്പാസിറ്റി, ഇതാ അതിൻ്റെ ആ ഒരു തെളിച്ചം എന്ത് ചെയ്തു ഇവിടെ കുറഞ്ഞ്, ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ അതിവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ആക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആക്റ്റീവ് കൊണ്ട് പല കാര്യങ്ങളും ഉദ്ദേശിക്കുക. അതായത് ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാഡോ കൊടുക്കാം. ഞാൻ ഈ ഷാഡോ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്, ബോക്സ് ഷാഡോ. ബോക്സ് ഷാഡോ പിന്നെ ഒഴിവാക്കിയിട്ട് ഒന്ന് റീലോഡ് ചെയ്യാൻ ഞാൻ ബോക്സ് ഷാഡോ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് റീലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഷാഡോ ഇല്ല, ക്ലിക്ക് ചെയ്യുമ്പോൾ ഒപ്പാസിറ്റി ഉണ്ട്. ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ ഷാഡോ വരണമെന്നുണ്ടെങ്കിൽ ഞാനത് ഈ ആക്റ്റീവിലേക്ക് മാറ്റാം. എന്നിട്ട് റീലോഡ് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നമുക്ക് ഈ ഷാഡോ വരും. അതിന്റെ ആനിമേഷൻ ഇവിടെ ഓൾറെഡി മുകളിൽ കൊടുത്തിട്ടുകൊണ്ടാണ് അതങ്ങനെ ടൈം എടുത്തിട്ട് അത് വരുന്നത്. അത് ഒഴിവാക്കാൻ ട്രാൻസിഷൻ കൊടുത്തിട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കറക്റ്റ് ടൈമിൽ നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുന്നതിനാണ് ഈ ആക്റ്റീവ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ദ മെയിൻ തിങ്. അപ്പോൾ എന്താണ് ഒരു ആക്റ്റീവ്, അതേപോലെ തന്നെ ഒപ്പാസിറ്റി മനസ്സിലായി. ഒപ്പാസിറ്റി നമ്മൾ എത്രത്തോളം ആ ഒരു കളർ കൂട്ടി കൊടുക്കുന്നു, ആ ഒരു ഇത് കൊടുക്കുന്ന ആ ഒരു ഇതാണ് ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ആക്റ്റീവും ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ മാർജിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി. മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബട്ടൺ നിൽക്കുന്നത് ഇവിടെ അടുത്തായിട്ടാണ്. അപ്പോൾ ഈ മാർജിൻ, അതായത് ലെഫ്റ്റ് കൊടുക്കും. ആദ്യം നമ്മൾ മാർജിന് നമ്മൾ സിംഗിൾ ആയിട്ടും കൊടുക്കും, അതല്ലാതെ മാർജിന് ലെഫ്റ്റ് റൈറ്റ് ടോപ്പായിട്ടും അങ്ങനെ കൊടുക്കും. അപ്പോൾ അഡ്വാൻസ്ഡ് കേസാണ് മാർജിൻ അങ്ങനെ കൊടുക്കുന്നത്, പിന്നെ ഒറ്റ മാർജിനകത്ത് വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ആഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പിന്നെ മാർജിൻ ലെഫ്റ്റിനോടൊന്ന് നീക്കുക. അപ്പോൾ മാർജിൻ ലെഫ്റ്റ് ഒരു 2 പിക്സൽ കൊടുക്കുക. എന്നിട്ട് റീലോഡ് ചെയ്യുന്നത് കുറച്ചിങ്ങോട്ട് നീങ്ങി. ഇനി ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാവാൻ 10 പിക്സൽ കൊടുക്കുക. അപ്പോൾ അതാ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി. പിന്നെ അതേപോലെ തന്നെ ഒരു 100 പിക്സൽ കൊടുക്കുകയാണെങ്കിൽ ഇതാ ആഡ് ടു കാർട്ട് എന്നുള്ള കുറച്ച് ദൂരം ഇങ്ങോട്ട് നീങ്ങി. ഇത് താഴോട്ട് വന്നത് എന്താ വെച്ചാൽ അവിടെ സ്പേസ് ഇല്ല. ഇതിപ്പോൾ ചെറിയ സ്ക്രീനിൽ ഞാൻ അത് കാണിച്ചുകൊണ്ടാണ്. വലിയ സ്ക്രീനിലാക്കി കാണിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ആഡ് ടു കാർട്ട് ഇവിടെ വരെ എത്തി. അപ്പോൾ ഇതാണ് പിന്നെ എന്തെന്ന് പറയുന്നത്, ഒരു പിന്നെ മാർജിന്
എന്ന് പറയുന്നത്, മാർജിൻ ലെഫ്റ്റ് റൈറ്റ് ഈ കാര്യങ്ങൾ പറയുന്നത് ഒരു മാർജിൻ ലെഫ്റ്റ്. മാർജിൻ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് കൊടുക്കാം, മാർജിൻ റൈറ്റ് കൊടുക്കാം. മാർജിൻ റൈറ്റ് ആണെന്ന് റീലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഈ ഓർഡർ നൗ എന്നുള്ള ഇവിടെ അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, അടുത്ത് വേറെ ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടനോട് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക, അത് പിന്നെ റൈറ്റിൽ നിന്നിട്ട് 100 പിക്സൽ ഡിസ്റ്റൻസ് ഇട്ടിട്ട് വരിക, മാർജിൻ റൈറ്റ് എന്ന് പറയുന്നത്. ഇനി മാർജിൻ ടോപ്പ് എന്ന് പറയുമ്പോൾ മുകളിലത്തെ മാർജിൻ നിന്ന് ടോപ്പ് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതാ ടോപ്പിൽ നിന്ന് എന്തായി ഒരു 100 പിക്സൽ താഴോട്ട് വന്ന്, എത്ര പിക്സൽ വേണമെങ്കിൽ കൊടുക്കാൻ നിങ്ങളെ ഇഷ്ടമാണ്, എത്ര കൊടുക്കേണ്ടത് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ മാർജിൻ ടോപ്പ് കഴിഞ്ഞുകൊണ്ട് ഇനി മാർജിൻ ബോട്ടം നോക്കാം. മാർജിൻ ബോട്ടം പ്രത്യേകിച്ച് അങ്ങനെ പിക്സലാക്കി കൊടുക്കാറില്ല, കാരണം താഴെ ഒരു പ്രോപ്പർട്ടി വേറെ ഏതും പിന്നെ ഇല്ല. അങ്ങനെ മാർജിൻ ബോട്ടത്തിൽ നിന്ന് ഒരു പിന്നെ എന്ത് ചെയ്യുക, എത്ര പിക്സൽ ആ ഡിസ്റ്റൻസ് ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കും. ബോട്ടത്തിൽ നിന്ന് ഞാനൊരു ജസ്റ്റ് 100 പിക്സൽ ഇട്ടു, അത് മുകളിലോട്ട് വന്നു. അപ്പൊ ഇതാണ് ഈ ഒരു മാർജിൻ ബോട്ടം റൈറ്റ്, മാർജിൻ റൈറ്റ് ലെഫ്റ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇനി ഇതിന് പാഡിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ട്. പാഡിങ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മളിപ്പോ പാഡിങ് ഇപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഒരു ബട്ടന് പാഡിങ് കൊടുക്കാം. പാഡിങ് എന്ന് പറയുന്നത് പാഡിങ് ലെഫ്റ്റ് ആദ്യം കൊടുക്കാം. പാഡിങ് ലെഫ്റ്റ് ഒരു 3 പിക്സൽ കൊടുക്കാം, 3 പിക്സൽ. ഓക്കെ, അല്ലെങ്കിൽ 3 പിക്സൽ അല്ലെങ്കിൽ ഒരു 10 പിക്സൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഞാൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത് എന്താണ് 50 പിക്സൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ പാഡിങ് എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ ഈ ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടന്റെ ഇൻസൈഡില് നമ്മൾ ഈ എന്താണ് ഇപ്പൊ മാർജിന് ലെഫ്റ്റും റൈറ്റും കൊടുത്തപ്പോൾ പുറത്താണ്, ബട്ടന്റെ ഔട്ട് സൈഡിലാണ് ഈ കാര്യങ്ങൾ നടന്നത്. ഈ ബട്ടന്റെ ഇൻസൈഡിലാണ് എന്ത് ആഡ് ടു കാർട്ട് എന്നുള്ള കുറച്ച് എന്ത് ചെയ്ത് ലെഫ്റ്റിൽ 15 പിക്സൽ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ലെഫ്റ്റിൽ നിന്ന് മാറി. ഇപ്പൊ നമ്മൾ ടോപ്പ് കൊടുക്കുകയാണ്, പാഡിങ് ടോപ്പ് കൊടുക്കുകയാണെങ്കിൽ അതൊരു 10 പിക്സൽ കൊടുക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരും. ആ ഒരു ഇൻസൈഡിലാണ് ഈ പാഡിങ് നടക്കുന്നത്. അതായത് നമ്മൾ മാർജിൻ കൊടുത്തപ്പോൾ പുറത്താണ് നടന്നത്. പാഡിങ് എന്ന് പറയുമ്പോൾ ഇൻസൈഡിൽ നമ്മൾ പിന്നെ എന്താണ് കൊടുത്തപ്പോൾ, അതായത് ഇപ്പോൾ ടോപ്പ് കൊടുത്തപ്പോൾ താഴോട്ട് വന്ന്, ലെഫ്റ്റ് കൊടുത്തപ്പോൾ പിന്നെ ആ ലെഫ്റ്റിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് വന്ന്. അപ്പൊ അതാണ് ഈ പാഡിങ് എന്ന് പറയുന്നത്. പാഡിങ് അതേപോലെ തന്നെ റൈറ്റും ഉണ്ട്. ഇപ്പൊ ഞാൻ ലെഫ്റ്റ് ഒഴിവാക്കിയിട്ട് റൈറ്റ് കൊടുക്കുകയാണ്. റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തായി, റൈറ്റിൽ നിന്ന് കുറച്ച് കണ്ടോണ്ട് നീങ്ങി. അതേപോലെ തന്നെ ടോപ്പ് ഒഴിവാക്കിയിട്ട് ഞാൻ ബോട്ടം കൊടുക്കുകയാണ്. ബോട്ടത്തിൽ നിന്ന് 10 പിക്സൽ മുകളിലോട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഇതെന്ന് പറയുന്നത്, അതായത് പാഡിങ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു ആക്റ്റീവ്, അതേപോലെ തന്നെ എന്താണ് ഒരു ഒപ്പാസിറ്റി, മാർജിന്, പാഡിങ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇതിന് മുമ്പ് കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.